ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കാലവർഷം കലിതുള്ളി പെയ്യുമ്പോൾ തുടങ്ങും വയനാട്ടുകാരുടെ ഉള്ളിൽ ഒരാന്തൽ. ചുരം കയറിയെത്തിയാൽ നേരിട്ടറിയാം ആ ആശങ്ക. മുണ്ടക്കൈയും ചുരൽമലയും തീർത്ത മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിനിടയിലാണ് അതിജീവന പാതയിൽ ഇടുത്തിയായി മണ്ണിടിച്ചിൽ അപകടം. നിമിഷാർത്ഥം കൊണ്ട് മണ്ണും ചെളിയും മനുഷ്യരെയും കൊണ്ട് ഇരച്ചെത്തിയ കാഴ്ച ഉടനൊന്നും മായാത്ത മുറിപ്പാടാണ്. വയനാടിന്റെ യാത്രാ സൗകര്യ വികസനത്തിന് ആരും എതിരല്ല. എന്നാൽ സുരക്ഷയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ടാകരുത് എന്ന് മാത്രം. അതീവ പരിസ്ഥിതി ലോലം, അപകട സാധ്യത കൂടുതൽ. വയനാടിന്റെ മുൻകാല ചരിത്രത്തെ അടയാളപ്പെടുത്താതെ, പഠിക്കാതെ പദ്ധതിക്ക് മുറവിളി കൂട്ടിയാൽ ഫലം മറ്റൊന്നാകുമെന്ന് കള്ളാടിയിലെ മണ്ണും ഓർമ്മിപ്പിക്കുകയാണ്. മൺതിട്ടിയോട് ചേർത്ത് നിർത്തി പണിത സംരക്ഷണ ഭിത്തിയും സുരക്ഷാ ഭിത്തിയിലെ വിള്ളലും അപായ സൂചനയായി അക്കമിട്ട് നിരത്തിയിട്ടും അനക്കമുണ്ടായിട്ടില്ല. ദുരന്തമുണ്ടാകുമ്പോൾ പൊടി തട്ടിയെടുക്കുന്ന റിപ്പോർട്ടുകളും പരിശോധിക്കാം, തുടർ നടപടിയെടുക്കാം എന്നിങ്ങനെ പതിവ് പല്ലവികളും കള്ളാടിയിലും ആവർത്തിച്ചു കേൾക്കാം. അതിനപ്പുറം എന്ത് നടപടിയാണ്? വരുത്തിവെച്ച ദുരന്തമോ എന്നതാണ് ചോദ്യം. കാര്യവട്ടം ക്യാമ്പസിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ KS, തണൽ പരിസ്ഥിതി സംഘടനയുടെ പ്രതിനിധി ശ്രീ ജയകുമാർ, CPM-ൽ നിന്നും ലിൻഡോ ജോസഫ്, കോൺഗ്രസിൽ നിന്നും ഷംസാദ് മരക്കാർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ഷംസാദ് വയനാട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ്. അതിന് ഷംസാദിലേക്ക് പോവുകയാണ്. ഷംസാദ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്നൊരു വിലയിരുത്തലേക്ക് എത്തുന്നുണ്ടോ? കാരണം സർക്കാരിന്റെ ഭാഗമായി അവിടേക്ക് സർക്കാർ പ്രതിനിധികളായി എത്തിയ 2 മന്ത്രിമാർ, ശ്രീ AP അനിൽകുമാർ, ശ്രീ T സിദ്ദിഖ് പറഞ്ഞ പ്രതികരണങ്ങൾ, ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണം, ഇപ്പോൾ ഇരുവരും പറയുന്ന പ്രതികരണങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. ഇതിലൊരു കോൺക്രീറ്റ് ആയ ഒരു കൺക്ലൂഷനിലേക്ക് എത്താതെ ഇതുകൊണ്ടാണ് ദുരന്തമുണ്ടായത് എന്ന പ്രതികരണങ്ങൾ പലതരത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം കൽപ്പറ്റയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യം, പിന്നീട് കുറച്ചുകൂടി സമയം കിട്ടി നമുക്കതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പറയുന്നത് അത്രയേ ഉള്ളൂ. അതിനകത്തൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തമെന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ നിർമ്മാണ മേഖലയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രദേശത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പിഴവുകൾ സംഭവിച്ചത് പ്രസ്തുത സ്ഥാപനത്തിന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ മതി എന്നുള്ള അർത്ഥത്തിൽ ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല. പ്രത്യേകിച്ച് സോയിൽ നെയിലിംഗ് വയനാടിൻ്റെ ഒരു കാലാവസ്ഥയിൽ എത്രത്തോളം അത് പറ്റുമെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തന്നെ, ഇപ്പോൾ ജയകുമാർ സാറാണെങ്കിലും അദ്ദേഹം കാര്യവട്ടം ക്യാമ്പസിൽ അദ്ദേഹത്തിനൊക്കെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് വയനാട്ടിൽ നമുക്കത്ര സാങ്കേതികമായി അറിയില്ലെങ്കിൽ പോലും വയനാട്ടിൽ ഇതുവരെ സോയിൽ നെയിലിംഗ് എന്ന് പറയുന്നൊരു കാര്യം ചെയ്തിട്ടില്ല. അത് പറയാം. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ചെയ്യാത്തൊരു സോയിൽ നെയിലിംഗ് നമ്മൾ അവിടെ ചെയ്തു. അതിൽ തന്നെ ഉണ്ടായൊരു വ്യത്യസ്തം എന്ന് പറയുന്നത്, മണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ബെഞ്ച് ലെവൽ കട്ടിങ്ങിന് ശേഷം സോയിൽ നെയിലിംഗ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാവാറുണ്ട്, കുറച്ചുകൂടി ഉറപ്പിന് വേണ്ടി. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് മണ്ണ് കട്ട് ചെയ്യുന്നതിന് പകരം കൂട്ടിയിട്ട മണ്ണിനെ ബെഞ്ച് പോലെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ മണ്ണ് ഒരിക്കലും ഉറപ്പുള്ള മണ്ണല്ല, അതിൻ്റെ മുകളിൽ സോയിൽ നെയിലിംഗ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഉറപ്പുമില്ലാത്ത മണ്ണിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് പാളി നിരത്തിയത് കൊണ്ട് അതൊരു കാര്യത്തിലും നമുക്കതുകൊണ്ട് ഗുണമുണ്ടായില്ല. വെള്ളം വന്ന് മുഴുവൻ അതിനുള്ളിൽ ഡംപ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു പ്രഷർ ബിൽഡ് ചെയ്തപ്പോൾ അത് താഴെ നിന്ന് ഈ മണ്ണും ഈ സോയിൽ നെയിലിങ്ങും മുന്നോട്ട് പോയി. അതിനോട് ചേർന്ന് നിന്ന് ഒരു 10 മുതൽ 12 മീറ്റർ ദൂരത്തിലുള്ള മലയുടെ ഒരു വശത്ത് നിന്നുള്ള മണ്ണും ഇതിനോടൊപ്പം തന്നെ താഴേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഈ ദുരന്തവുമായി ഉണ്ടായിട്ടുള്ളത്. അതിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ അശാസ്ത്രീയതയുണ്ട്. മണ്ണ് അവിടെ കൂട്ടിയിട്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചത് ആ മണ്ണ് കൂട്ടിയിട്ടതാണ്. ഈ പദ്ധതിയിൽ നടത്തിയ നിർമ്മാണത്തിൻ്റെ അപാകതയുമുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി കുറവില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാർ 2 അന്വേഷണം നടത്തുന്നുണ്ട്, ടെക്നിക്കലായും ലീഗലായും. ഈ 2 അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്കവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാം. അതിനോടൊപ്പം തന്നെ ഇനി അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ആ താൽക്കാലിക നിർത്തിവെച്ചത് മഴയ്ക്ക് ശേഷം ആരംഭിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ആശങ്കകൾ നമുക്ക് ഈ പ്രൊജക്റ്റുമായി ആ പ്രദേശത്തുണ്ടെങ്കിലും അതൊരു പഠന വിഷയമാക്കിക്കൊണ്ട് ആ ആശങ്കകൾ പരിഗണിക്കണമെന്നുള്ളതാണ്. ആ ആശങ്കകൾ പരിഹരിക്കാതെ നമുക്കിതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് തുടക്കത്തിൽ ഈ പദ്ധതിയുടെ
അനുമതിയുടെ തുടക്കം മുതൽ ആശങ്കകളും സംശയങ്ങളും അപ്രിയ സത്യങ്ങളും ഒക്കെ ഉണ്ട് ഈ പദ്ധതിയുടെ പുറകിൽ. ഞാനത് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പറയാം. അത്തരം ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അതിനെയൊന്നും കേൾക്കാനോ അതിനെയൊന്നും കൺസിഡർ ചെയ്യാനോ ആരും തയ്യാറായില്ല. അന്ന് ഈ ആശങ്കകൾ പങ്കുവെക്കുന്ന ആളുകളെ അവർ പരിസ്ഥിതിവാദികളാണ്, കപട പരിസ്ഥിതിവാദികളാണ്, അല്ലെങ്കിൽ വികസന വിരോധികളാണ് എന്നുള്ള ഒരു ആക്സെപ്റ്റിൽ മാറ്റി നിർത്തുക ചെയ്തത്. അന്ന് അതൊക്കെ കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ വ്യക്തത വന്നേനെ. ഇനി ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ നിർഭാഗ്യവശാൽ ഒരൊറ്റ നിർദ്ദേശം പോലും ഈ കമ്പനി ഇതുവരെ പാലിച്ചിട്ടില്ല എന്നുള്ളത്. ഒരൊറ്റ നിർദ്ദേശം, ഏതെങ്കിലും ഒരു നിർദ്ദേശം പാലിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനില്ല. ഒന്നും പാലിക്കാതെയാണ് കൊണ്ടുപോയത്. അതിലൊരു നിർദ്ദേശമാണ് മണ്ണും പാറയും ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നുള്ള നിർദ്ദേശം. അത് ശാസ്ത്രീയമായി സംസ്കരിക്കണമെങ്കിൽ അത് സംസ്കരിക്കാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ജൂൺ 25-ാം തീയതിയാണ് കമ്പനി UDF സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ മണ്ണും പാറയും സംസ്കരിക്കാൻ സ്ഥലമില്ല, സ്ഥലം സർക്കാർ ലഭ്യമാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങളത് റെൻറ്റ് കൊടുക്കാം, സർക്കാർ സഹായിക്കണം എന്ന് പറയുന്നത്. അതായത് ദുരന്തത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഈ കാര്യം ഈ സർക്കാരിലേക്ക് ഈ കമ്പനി ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ടെത്തേണ്ടിയിരുന്ന സ്ഥലം എന്തുകൊണ്ടാണ് കമ്പനി കണ്ടെത്താത്തത് എന്നും, അന്ന് 8 ഏക്കർ ഭൂമി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും 3 ഏക്കർ ഭൂമി വേറെ 2 ഇടങ്ങളിലായി 8ഉം 3ഉം 11 ഏക്കർ ഭൂമി ഞങ്ങൾ ഈ മണ്ണ് പാറ സംസ്കരണത്തിന് കണ്ടെത്തി എന്ന് കമ്പനി പറഞ്ഞൊരു വാദമുണ്ട്. ആ വാദം കളവായിരുന്നു എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു കളവ് പറയേണ്ട ആവശ്യം ഇവിടെ എന്തുകൊണ്ടാണ്? ഇനി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് മുമ്പ് ഇതിൻ്റെ മാലിന്യം അല്ലെങ്കിൽ മണ്ണും പാറയും സംസ്കരിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്ന് അറിയുന്ന അന്നത്തെ പൊതുമരാമത്ത് വകുപ്പോ സർക്കാർ സംവിധാനങ്ങളോ എന്തുകൊണ്ടാണ് നിർമ്മാണത്തിന് മുമ്പ് ഈ ഭൂമി കണ്ടെത്തണമെന്നുള്ളൊരു നിർദ്ദേശം കർശനമായി നൽകാതിരുന്നത്? അപ്പോൾ അന്ന് ഇലക്ഷൻ്റെ മുമ്പ് പാതയുടെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനവും അനുമതി കിട്ടിയതിൻ്റെ സംശയങ്ങളും ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് വയനാട് തുരങ്കപാതയുടെ ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തെ മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ഒരു സാങ്കേതിക വിദഗ്ധൻ അടക്കം ഉൾപ്പെടുന്ന ഒരു എംപവേർഡ് കമ്മിറ്റിയെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു വിദഗ്ധ സംഘം നാളിതുവരെ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? അവർ സന്ദർശിക്കുമ്പോഴൊന്നും ഈ രീതിയിലുള്ള നിർമ്മാണം അപകടകരമാവുമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു വ്യക്തതയുമില്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇതിനകത്ത് അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ കാരണം. ഒന്ന്, ഈ കമ്പനി ആദ്യമായിട്ടാണ് വയനാട്ടിലൊരു വർക്ക് എടുക്കുന്നത്. അവർക്ക് വയനാടിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ മണ്ണിനെക്കുറിച്ചോ യാതൊരുവിധ കാര്യങ്ങളും അറിയാൻ ഒരു സാധ്യതയുമില്ല. അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ട പലരും പല കാരണങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഇതിന് അനുമതി നേടിയവരാണ്. അവരാരും ഇത് പറഞ്ഞും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തം ഇന്ന് വയനാട്ടിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ശരി, ലിൻഡോ ജോസഫ് മുൻ MLA കൂടിയാണ്. ശ്രീ ലിൻഡോ, ഇപ്പോൾ അത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വാദത്തെ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ അംഗമായ ഡോക്ടർ KG താരയെ പോലുള്ളവർ പറയുന്നത് ആത്മഹത്യാപരമാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി അവിടെ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതിലൊരു അസാധാരണമായൊരു വേഗം ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മേപ്പാടി പോലെ ഒരു സ്ഥലത്ത് നേരത്തെ 2 ദുരന്തങ്ങൾ ഉണ്ടായ ഒരു മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് വയനാട്ടിൽ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു 3 സീസണെങ്കിലും മഴയും കാലാവസ്ഥയും നിരീക്ഷിച്ച ശേഷമേ പദ്ധതിക്ക് തുടക്കമിടാകൂ എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം. പക്ഷേ അങ്ങനെയല്ല, വല്ലാത്തൊരു തിടുക്കം ഇതിലുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ തിടുക്കം ആരുടെ താല്പര്യമായിരുന്നു എന്ന ചോദ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ ഭരണപക്ഷത്തെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊരു അഭിപ്രായം പ്രതിപക്ഷത്തിനില്ല എന്നാണ്. ശ്രീ സ്മൃതി, താങ്കളിവിടെ സൂചിപ്പിച്ച കാര്യം, ഒന്ന്, മനുഷ്യനിർമ്മിത ദുരന്തം എന്നുള്ള ആദ്യത്തെ പരാമർശത്തിൽ നിന്ന് മന്ത്രിമാരെല്ലാം പുറകോട്ട് പോയി എന്നുള്ളതാണ്. കാരണം വകുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഇതെല്ലാ നോംസും പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്ന് മന്ത്രിമാർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യനിർമ്മിത ദുരന്തം എന്നതിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നത്. അത് പോയതല്ല, പോകേണ്ടി വരുന്നതാണ്.
രണ്ടാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ട സ്മൃതി ഇവിടെ ചൂണ്ടിക്കാട്ടിയത് എന്തൊരു തിടുക്കം കാണിച്ചു എന്നുള്ളത്. എന്താണ് തിടുക്കം? നിങ്ങൾ ഉദ്ദേശിച്ച തിടുക്കം എന്താണ് ഈ പദ്ധതിയിൽ തിടുക്കം കാണിച്ചത്? നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ വിദഗ്ധർ പറയുന്ന കാര്യങ്ങളിൽ എന്റെ മുന്നിൽ വിദഗ്ധർ എഴുതിയ അഭിപ്രായങ്ങൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ഇതിൽ വിദഗ്ധയല്ലോ, ഞാൻ ചോദിക്കുകയാണ്. കാരണം 2023 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലോചന ഉണ്ടാകുന്നത്. 2025 ആകുമ്പോഴേക്കും പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തിടുക്കമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. വർഷങ്ങൾ നീണ്ട പഠനം ഇത്തരം പ്രദേശങ്ങളിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്തിലെ പ്രത്യേകതയും അംഗീകരിക്കാറിയാവുന്നതാണല്ലോ. ശരി, അല്ല സ്മൃതി എന്നാൽ സ്മൃതിക്ക് വലിയ തെറ്റുണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 2023 ഈ പദ്ധതിയുടെ തുടക്കം. 2016 LDF ഗവൺമെൻറ്, ആദ്യ ഗവൺമെൻറ് ഈ പദ്ധതി ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. 2017-18 കാലയളവിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ നടക്കുന്നത്. 2019 ഈ പദ്ധതിക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് വെക്കുന്നത്. 2020 ആദ്യം 2016 തന്നെ തോമസ് ഐസക് ഒരു 20 കോടി രൂപ വെച്ചിരുന്നു. 2020 തോമസ് ഐസക് 653 കോടി രൂപ ആദ്യമായി ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കുന്നത്. 653 കോടി 2020. അതിനുശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ DPR എടുത്ത് പരിശോധിക്കുമ്പോൾ DPR എന്താണ്, നേരത്തെ ഒരു സിംഗിൾ ടണലാണ് പ്രപ്പോസ് ചെയ്ത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറഞ്ഞു 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കം നിർമ്മിക്കുമ്പോൾ അതിന് നിർബന്ധമായി സെക്യൂരിറ്റി ടണൽ ആവശ്യമായി വരും. സെക്യൂരിറ്റി ടണൽ എന്നതിനേക്കാൾ നല്ലത് ടിൻ ട്യൂബ് ടണലാകാം എന്ന നിർദ്ദേശം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെ ഈ ടിൻ ട്യൂബ് ടണലിന് ആവശ്യമായ പ്രപ്പോസൽ വിശദമായ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. ആ കാലത്ത് ഗവൺമെൻറ് മാറുന്നു. 2016-21 ഒന്നാം LDF ഗവൺമെൻറ് മാറി, രണ്ടാം LDF ഗവൺമെൻറ് വരുന്നു. 2022 KN ബാലഗോപാലാണ് പുതുക്കിയ DPR പ്രകാരമുള്ള 2134 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ അനുമതി നൽകുന്നത്. 2022 പ്രസ്തുത പദ്ധതിക്ക് അനുമതി നൽകിയപ്പോഴാണ് ഒരു വർഷം നീണ്ടുന്ന SIA സ്റ്റഡി നടക്കുന്നത്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് സ്റ്റഡി നടക്കുന്നത്. 2022 ജൂണിൽ ആരംഭിച്ച് 2023 ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന SIA സ്റ്റഡി നടക്കുന്നത്. SIA സ്റ്റഡിയുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് കോഴിക്കോടും വയനാടും ഇതിൻ്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ. 2023 സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ, ഈ പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടി സമർപ്പിക്കുന്നത്. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് സമർപ്പിച്ച് അതിൻ്റെ പരിശോധനകളും തുടർ പ്രവർത്തനങ്ങളുമെല്ലാം നടക്കുന്ന ഘട്ടത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ദുരന്തമുണ്ടാകുന്നു, വലിയ ദുരന്തം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് കമ്മിറ്റി കൂടുതൽ പരിശോധനകൾ കൂടി നടത്തി സ്റ്റേറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് നൽകുന്ന ഏത് വർഷം 2025 മാർച്ച് മാസത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് നൽകുന്നു. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ലഭ്യമായതിനു ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ക്ലിയറൻസ് കിട്ടുന്നത് 2025 ജൂൺ മാസത്തിലാണ്. 2025 ജൂൺ മാസത്തിൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകളുടെ ക്ലിയറൻസും ഫോറസ്റ്റിൻ്റെ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്ലിയറൻസും SIA സ്റ്റഡിയും മറ്റ് നടപടിക്രമങ്ങളും ഈ ലോങ് ടൈം പ്രോസസ്സ് ആകെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് മാസം 31 നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിടുക്കം ഉണ്ടായിട്ടേയില്ല. ഒന്നാം ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് മുതൽ ഉണ്ടായിരുന്ന പ്രപ്പോസൽ അതിൽ ഘട്ടം ഘട്ടമായി അതിനാവശ്യമായ പഠനങ്ങൾ നടത്തി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ SPV ആയി നിശ്ചയിക്കുന്നത് പോലും എന്തിനാണ്? ഇത്രയും വലിയൊരു പദ്ധതി, തുരങ്കപാത പോലെയുള്ള ഒരു പദ്ധതി നിർമ്മിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം PWD ഡിപ്പാർട്ട്മെന്റിനില്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് PWD ആണ്. അപ്പോൾ PWDക്ക് ആ സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട് SPV ആയി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നു. ആ സജഷൻ ആരാ തന്നത്? ആ സജഷൻ തന്നത് അന്ന് ഡൽഹി മെട്രോയുടെ ചെയർമാനായിരുന്ന ശ്രീ മെട്രോമാൻ ശ്രീധരനാണ്. അദ്ദേഹമാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ചേർത്ത് വെക്കുന്നത്. അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ നാൾവഴികൾ വർഷങ്ങളുടേതാണ്. ആ പഠനങ്ങളും ശാസ്ത്രീയമായ പരിശോധനകളും എല്ലാം ലഭ്യമായതിനു ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ കുറച്ചു മുൻപാണല്ലോ അവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നത്. അതിനുശേഷം വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം, വയനാട്ടിൽ മാത്രമല്ല പൊതുവെ കേരളത്തിൽ മഴയിൽ വരുന്ന വ്യത്യാസം, അത് വയനാട്ടിൽ പ്രത്യേകിച്ച് മഴയിൽ വന്ന വ്യത്യാസം വലിയ രീതിയിൽ അത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ചില ഭാഗത്ത്, വയനാട്ടിൽ തന്നെ ചില ഭാഗത്ത് ഭയങ്കര ചൂടാണ്, ചില ഭാഗത്ത് ഭയങ്കരമായി മഴ പെയ്യുന്നു. ഈ തരത്തിൽ കാലാവസ്ഥ
വലിയ രീതിയിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ഒരു ജില്ലയിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിക്കുന്നു. അത് മേപ്പാടി പഞ്ചായത്തിൽപ്പെടുന്ന ഇടം കൂടിയാണല്ലോ. അപ്പോൾ അവിടെ ഒരു പദ്ധതിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പുനരാലോചന അവിടെ വേണ്ടതായിരുന്നു. ഇനി അങ്ങ് പറയുന്ന പോലെ ഈ പറഞ്ഞു വന്ന ഈ കടന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ അങ്ങ് പറയുന്ന DPR-ലടക്കം 60 കാര്യങ്ങൾ പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറയുന്നു, കേന്ദ്ര സർക്കാരിന് അനുമതിയുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, ചില പഠനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പഠനങ്ങൾ നടത്തുന്നതിന് മുൻപ് തന്നെ ഈ പദ്ധതിയിലേക്ക് കടന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകൾ അത് ഈ കൊങ്കൺ റെയിൽവേ അനുസരിച്ചില്ല എന്നുള്ളതാണ്, ഈ കരാറുകൾ അനുസരിച്ചില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിർമ്മാണത്തിൽ തന്നെ പാകപ്പിഴ വന്നിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ലിൻഡോ? നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരുപാട് വസ്തുതാപരമായ മിസ്റ്റേക്കുകളുണ്ട്. സ്റ്റേറ്റിൻ്റെ ക്ലിയറൻസ് തരുമ്പോൾ ഒരു കണ്ടീഷൻ പറയും, ഇന്ന കാര്യങ്ങൾ പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ക്ലിയറൻസ് നഷ്ടമാവും. സെൻട്രൽ ഗവൺമെൻറ്റും നമുക്ക് തരുമ്പോൾ 60 കണ്ടീഷനുകൾ പറഞ്ഞു. ആ കണ്ടീഷനുകൾ പാലിച്ചില്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ക്യാൻസൽ ആകും. അത് കണ്ടീഷണലിയാണ്. എല്ലാ പരിസ്ഥിതിയുടെ ക്ലിയറൻസും അങ്ങനെയാണ് തരിക, ഒരു കണ്ടീഷണലിയാണ് തരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കണ്ടീഷണലി തന്ന 60 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ്. ആ വകുപ്പ് പരിശോധിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതിൻ്റെ അകത്ത് തർക്കമില്ല. ഇവിടെ എന്താണ്, ഇവിടെ സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ക്ലിയറൻസ് ലഭ്യമായ ഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ വയനാട് നിന്ന് ഒരു കൂട്ടം ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പരിസ്ഥിതിയുടെ ക്ലിയറൻസ് പരിശോധിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അവരെന്ത് ചെയ്തു, സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമാണ്. ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അന്നത്തെ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സുപ്രീം കോടതിയും ഈ കാര്യങ്ങൾ പരിശോധിച്ച് 2024 മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉൾപ്പെടെ അന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുരങ്കപാതയ്ക്കെതിരെ സുപ്രീം കോടതി പോയ ആളുകൾ ചൂണ്ടിക്കാണിച്ച വിഷയം ഉൾപ്പെടെ ഈ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനകത്ത് ഇന്ന കാര്യങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഈസി വായിച്ച് നോക്കിയിട്ടുണ്ടോ? എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്നുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈസിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ കരുതേണ്ടുന്ന മുൻകരുതലുകൾ, ആ മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എർത്ത് കട്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അവിടെയുള്ള വന്യമൃഗങ്ങൾക്കുണ്ടാവുന്ന ശല്യം എന്തൊക്കെയാണ്? അതിൻ്റെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? നീരുറവകൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് തുടങ്ങിയ 60 കാര്യങ്ങൾ. അത് എല്ലാ ഈസിയിലും പറയുന്ന കണ്ടീഷൻസ് ആണ്. ആയിക്കോട്ടെ, അത് അതിന്റെ നടപടിക്രമം എന്ന നിലയ്ക്കാണോ അങ്ങ് കാണുന്നത്, അതോ ഈ കണ്ടീഷൻസ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്? ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല, ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട്, അല്ലേ? അതെ, താങ്കൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ അത് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഉപകാരപ്പെടും. ശ്രീ ഷംസാദ് ഇവിടെ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു, ഈ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത്. സ്ഥലം വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഡംപിംഗ് യാർഡിന് ഉൾപ്പെടെയുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഡംപിംഗ് യാർഡിലേക്ക് മണ്ണ് കൊണ്ടുപോകുമ്പോൾ ആ മണ്ണ് കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ട് അന്നത്തെ അവിടുത്തെ വില്ലേജ് ഓഫീസർ കൊടുത്ത സ്റ്റോപ്പ് മെമ്മോയാണിത്. ഇത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് 8/10/2025 8/10/2025 മണ്ണ് മൂവ് ചെയ്യുന്ന ഘട്ടത്തിൽ കൊടുത്ത ഒരു സ്റ്റോപ്പ് മെമ്മോയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് എസ്റ്റേറ്റ് ഭൂമി ആയതുകൊണ്ട് എസ്റ്റേറ്റ് ഭൂമിയിൽ മണ്ണ് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സ്റ്റോപ്പ് മെമ്മോയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു 1980 ആക്ട്, സ്പെഷ്യൽ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഇവർ ലീസിനെടുത്ത ഭൂമി, ആ ലീസിനെടുത്ത ഭൂമിയിൽ മരങ്ങൾ മുറിക്കാൻ വേണ്ടി പാടില്ല എന്നൊരു ഫോറസ്റ്റ് ആക്ട്, ആ ആക്ട് പ്രകാരം മണ്ണ് തട്ടാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ആനക്കാമ്പൊലി സൈഡിൽ 12 ഏക്കർ സ്ഥലമാണ് ഡംപിംഗ് യാർഡിന് വേണ്ടി എടുത്തത്. ഷംസാദ് പറയുന്നത് പോലെ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത്. എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ എംപവേർഡ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന LDF ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി അവർ വന്ന് പരിശോധിച്ച ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തെ കോഴിക്കോട് ജില്ലയിലെ എംപവേർഡ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോഴിക്കോട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ജിയോളജിസ്റ്റാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടറാണ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്, സോഷ്യൽ വർക്കർ നൽകി MA ജോൺസൺ. ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നാണ് 25/7/2025.
25/7/2025 ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വയനാട് ജില്ലയിലെ കമ്മിറ്റി ശ്രീ ഷെലിജ് ഡിസ്ട്രിക്ട് ജിയോളജിസ്റ്റ് വയനാട് ജില്ലയിൽ, അതുപോലെ സീനിയർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഹസാഡ് അനാലിസ്റ്റ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്, സോഷ്യൽ വർക്കർ പി നന്ദകുമാർ എന്നീ 5 പേരടങ്ങുന്നതാണ് വയനാട് ജില്ലയിലെ ഈ പറഞ്ഞ കമ്മിറ്റി. ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നത് പരിശോധിക്കുന്നതാണ്. ഈ ഫോട്ടോ നിങ്ങൾ കാണാം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി ആനക്കാമ്പൊയിൽ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ വയനാട് മേപ്പാടി, അത് കോഴിക്കോട് ജില്ലയിലും വയനാട് സൈഡിലും ഈ എംപവേർഡ് കമ്മിറ്റിയുടെ പരിശോധന നടത്തിയാണ് വിദഗ്ധർ പങ്കെടുക്കുന്നത്. മാതൃഭൂമി ന്യൂസിൻ്റെ അന്നത്തെ വാർത്തയാണ്. തുരങ്കപാത വിദഗ്ധ സമിതി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ സന്ദർശനത്തിൻ്റെ വേളയിലുള്ള കാര്യമാണ്. ഇനി 6 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് കൊടുത്ത റിപ്പോർട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹാഫ് ഇയർലി കംപ്ലയിൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൊടുത്താണ്. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 17/6/2025 കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. 17/6/2025 കൊടുത്ത ഒരു റിപ്പോർട്ട്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് 15/12/2025 കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്താൽ അത് കാണാം. അത് വേണമെങ്കിൽ സ്മൃതിക്ക് ഞാൻ അയച്ചു തരാം. ഈ പറയുന്നത് പോലെ എല്ലാ കണ്ടീഷനുകളും കൃത്യമായി പാലിച്ച് മോണിറ്റർ ചെയ്യപ്പെട്ടിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ ലിൻഡോ, ഞാൻ സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മണ്ണെടുത്ത് മണ്ണ് കൊണ്ടിടാനുള്ള സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നു ഇവർ. ആ സ്ഥലം 2 ഇടത്തായി. അവിടെ കോടതിയിലേക്ക് പോയി. ആ സ്ഥലത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടായി, അതിനൊരു തടസ്സം നേരിട്ടു. ആ തടസ്സം നേരിടുമ്പോൾ ഈ എടുത്തെടുത്ത് തന്നെ മണ്ണ് കൂട്ടിയിടുന്നത് കാണുന്നുണ്ടല്ലോ. ഈ പറയുന്ന കമ്മിറ്റി വന്ന് പരിശോധിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് പരിശോധന നടക്കുമ്പോൾ ഈ കൂട്ടിയിട്ട മണ്ണ് കാണുന്നുണ്ടല്ലോ. അവിടെ ഇടാൻ പാടുമോ? ആത്യന്തികമായി അവിടുന്ന് മണ്ണ് കൊണ്ടുപോകണം എന്നുള്ളതാണല്ലോ. അതിന് മറ്റു വഴികൾ തേടുക എന്നുള്ളതാണല്ലോ. അവിടെ കൊണ്ടിടാൻ പാടില്ലല്ലോ. അവിടെ അത് കൂന പോലെ മണ്ണ് ഉയർന്നു. ആ മണ്ണ് ഉയർത്തിയിട്ടതല്ല ഇപ്പോൾ ദുരന്ത കാരണം എന്നൊരു വാദം പറയാമെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങീ പറഞ്ഞ പോലെ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളത് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്നാണല്ലോ. നടപ്പായില്ലല്ലോ. നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. ആരാണ് ഈ പരിശോധന നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് വിലയിരുത്തേണ്ടുന്നത്. അതിനാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ നാൾവഴിയിൽ ഗവൺമെന്റ് മാറിയതോടുകൂടി ഈ പദ്ധതി കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നതിൽ വീഴ്ച സംഭവിച്ചു. എനിക്ക് മനസ്സിലാകാത്തത് ഈ പറഞ്ഞ ഒരു 60 ദിവസം കൊണ്ട് വന്നിരിക്കുന്ന ഒരു ദുരന്തം എന്ന നിലയ്ക്കാണോ ഇതിനെ കാണുന്നത്? ഒരു 60 ദിവസം, ഈ പുതിയ സർക്കാർ വന്ന് കൂടിപ്പോയ 60 ദിവസം, ഈ ദിവസത്തിനിടയ്ക്ക് വന്നിരിക്കുന്ന ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായതാണോ ഈ ദുരന്തം? ഈ ദുരന്തം അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞോ? അങ്ങനെ ഞങ്ങൾ ആരും ആരോപിച്ചിട്ടില്ല. ഈ ദുരന്തം തന്നെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തുരങ്കപാതയുടെ നിർമ്മാണവുമായി സംശയിക്കുന്നു. കാരണം ഈ പ്രദേശം അത്രത്തോളം ഫ്രജൈലായ പ്രദേശമാണെന്ന തർക്കമില്ലല്ലോ. ലിൻഡോയ്ക്ക് തർക്കമുണ്ടോ ഈ പ്രദേശം അത്രത്തോളം ഫ്രജൈലായ പ്രദേശമാണെന്ന്? ഇല്ല, ഒരു തർക്കവുമില്ല. അതിനു മുമ്പ് പുത്തുമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ദുരന്തം ഉണ്ടായത് തുരങ്കപാതയുടെ നിർമ്മാണം കൊണ്ടല്ല. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ദുരന്ത സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ലിൻഡോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ തുരക്കാൻ പോകുമ്പോൾ ആ തുരക്കൽ എത്രത്തോളം ദുരന്തം ഉണ്ടാക്കും, അതിന്റെ വ്യാപ്തി കൂട്ടുമെന്നുള്ള സംശയമില്ലേ? അതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? നമ്മുടെ മുന്നിൽ ഇപ്പോൾ 7 ജീവനുകൾ, ഇപ്പോൾ 7 മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ള യാഥാർത്ഥ്യമാണ് നിൽക്കുന്നത് അല്ലേ? അതിൽ കൂടുതൽ മരണം ഉണ്ടാകാതിരുന്നത് അന്ന് മഴ കാരണം ആളുകളോട് പോകാൻ പറഞ്ഞുകൊണ്ടാണ് എണ്ണം കൂടാതിരുന്നത്. ഇന്ന് 7 എന്ന അക്കം ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലും വലിയൊരു ദുരന്തമാകുമായിരുന്നു. 7 മൃതദേഹങ്ങൾ കിട്ടി, ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് വികസനം എന്ന് പറയുമ്പോൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പൂർണ്ണമായിട്ടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കൂ. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിരന്തരമായ മോണിറ്ററിംഗ് ആവശ്യമാണ്. ആ മോണിറ്ററിംഗിൽ കൈമോശം സംഭവിച്ചു. അതാണ് PWD മിനിസ്റ്റർ സൂചിപ്പിച്ചത്. ഈ പദ്ധതിയുമായി PWDക്ക് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് പ്രാഥമികമായി ഇതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കാത്തതിന്റെ ഭാഗമായിട്ടല്ലേ? അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതേ ഇല്ല. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു, ജില്ലാ കളക്ടർ വന്നിട്ട് മണ്ണ് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഇതിനിടയിൽ ഒരു വലിയ പീരീഡ് ഗവൺമെന്റ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മാറിയതുണ്ട്. ഒരു 4-5 മാസം ഇലക്ഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മാറി നിന്നുണ്ട്.
അത് നിങ്ങൾ ആ കാര്യം നിങ്ങൾ കാണുന്നില്ല. ഒരു മാസത്തോളം ഇലക്ഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതും 1 മാസം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനുള്ളതും പിന്നീട് ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള 1.5 മാസക്കാലം, ഏകദേശം ഒരു 3-4 മാസത്തോളം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന് നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് ഫോളോ അപ്പ് നടത്തണ്ടേ? അതിന് കൃത്യമായി പരിശോധിക്കണ്ടേ? ആ പരിശോധിച്ച് തിരുത്തൽ വരുത്തണ്ടേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്റ്റോപ്പ് മെമ്മോ ഒരു വില്ലേജ് ഓഫീസർ കൊടുത്തു. ജില്ലാ കളക്ടർ വന്നിട്ട് ഈ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് മണ്ണ് മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വില്ലേജ് ഓഫീസറുടെ അധികാര പരിധി പോലും ഒരു ജില്ലാ കളക്ടർക്ക് ഉണ്ടാകുന്നില്ലേ? ഭരണ സംവിധാനത്തിന് ഉണ്ടാകുന്നില്ലേ? ആ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞു ഈ മണ്ണ് എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന്. മണ്ണ് മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ പദ്ധതിയോട് ചേർന്ന് 5 ഏക്കർ സ്ഥലം ഇവരെടുത്തിട്ടുണ്ട് മണ്ണ് മാറ്റാൻ വേണ്ടി. എന്നാൽ കൂടുതൽ സ്ഥലത്തേക്ക് മണ്ണ് മാറ്റാൻ ആവശ്യമായ സ്ഥലം ആവശ്യമാണ്. ആ ആവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നതിന് എന്താണ് വീഴ്ച സംഭവിച്ചത്? ലീസിനെടുത്തു എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, 1980 ഫോറസ്റ്റ് ആക്ട് പ്രകാരം മരം മുറിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം ലീസിന് എടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം അറിയുമായിരുന്നില്ല, അവരെടുത്തതാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പോയി നോക്കി യോജ്യമാണ്, മറ്റ് അപകടങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയ സ്ഥലമാണ്. അവിടെ പോയി മണ്ണ് ഡംപ് ചെയ്യാത്ത പൂർണ്ണമായി പൂർണ്ണമാക്കണം. അല്ല, നിങ്ങൾ പൂർണ്ണമാക്കാൻ വേണ്ടി സമ്മതിക്കൂ. 2 പോയിന്റ് പൂർണ്ണമാക്കാൻ നിങ്ങൾ സമ്മതിക്കൂ, എന്നിട്ട് നിങ്ങൾ പൊക്കോ, പിന്നെ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഡംപ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടയുന്നത്. അങ്ങനെ തടയുന്ന ഘട്ടത്തിലാണ് അന്നത്തെ കിഫ്ബിയുടെ CEO എബ്രാം സാർ, ഈ പദ്ധതിയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള CEOയും PWD സെക്രട്ടറിയും 2 ജില്ലയിലെയും കളക്ടറും, അന്ന് കോഴിക്കോട് ജില്ലയിലെ കളക്ടർ സ്നേഹിൽ കുമാറാണ്, വയനാട് ജില്ലയിലെ കളക്ടറും കൂടെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്ന്, ഫോറസ്റ്റിന്റെ CCF കൂടി പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്ന്, ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നുകൊണ്ട് അവിടെ മണ്ണ് ഡംപ് ചെയ്യാൻ ആവശ്യമായ സൗകര്യമൊരുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ വരും. ആ ഘട്ടത്തിൽ മറികടക്കണം. വയനാടിന്റെ പ്രശ്നം എന്താ? വയനാടിന് സാധാ കിട്ടുന്നത് പോലെ റവന്യൂ ഭൂമി കിട്ടാനില്ല. ഒന്നെങ്കിൽ ഫോറസ്റ്റ് ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിയമനിർമ്മാണ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എസ്റ്റേറ്റ് ഭൂമിയായിരിക്കും. ഈ പ്രതിസന്ധികളെ കൂടി മറികടക്കാനുണ്ട്. മറികടക്കുന്നതോടൊപ്പം സ്ഥലത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് 2 ജില്ലകളിൽ. നിങ്ങൾ പദ്ധതി നോക്കൂ, 17 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, 17 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി. വയനാട് ജില്ലയിലും 5 ഹെക്ടർ, കോഴിക്കോട് ജില്ലയിലും 5 ഹെക്ടർ സ്ഥലം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡംപിംഗ് യാർഡിന് വേണ്ടി മാത്രം. അങ്ങോട്ട് എന്തുകൊണ്ട് മണ്ണ് കൊണ്ടുപോയില്ല? അതിന്റെ സാങ്കേതികമായ തടസ്സം എന്താണ്? അതിൽ എന്തുകൊണ്ടാണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കണം. ശരി, മണ്ണ് കൊണ്ടുപോയില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. മണ്ണ് കൊണ്ടുപോകാത്തത് മാത്രമാണോ ഈ ദുരന്തത്തിന് കാരണം എന്നുള്ള ചോദ്യം അങ്ങിപ്പോൾ ഈ കലക്ടർമാരുടെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പഠന നീക്കം അട്ടിമറിച്ചു ഭരണസമിതി എന്നൊരു വാർത്ത കൂടി ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ തുരങ്കപാതയുടെ നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ദുരന്ത സാധ്യതാ പരിശോധനയ്ക്കായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ കത്തിലാണ് ഭരണസമിതിയുടെ തീരുമാനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അവർക്ക് അധികാരമില്ല എന്ന രൂപത്തിലുള്ള. ഞാൻ തിരിച്ചെത്താം. KSDMA അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ് ഈ ഭരണസമിതി. ഞാൻ ബാക്കിയുള്ളവരിലേക്ക് പോയ ശേഷം അങ്ങയിലേക്ക് വരാം. ശ്രീ ജയകുമാർ, ഏത് ദിവസത്തെ യോഗത്തിലാണ് അങ്ങനെ ഉണ്ടായത്? 2025 ജൂൺ 3 ശരി, ഞാൻ വരാം. ശ്രീ ജയകുമാർ, ഇപ്പോൾ ഈ തുരങ്കപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട് SC നിരവധി ആശങ്കകൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് ഇതിന് അപ്രൂവൽ നൽകിയിരിക്കുന്ന അപ്രൈസൽ കമ്മിറ്റി തന്നെ പല ആശങ്കകളും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ആശങ്കകൾ ദൂരീകരിക്കാമെന്ന് ഉറപ്പാണ് നേരത്തെ നൽകിയിരുന്നത്. പക്ഷേ അത് ദൂരീകരിക്കാതെ തന്നെ പദ്ധതിയിലേക്ക് വളരെ വേഗം നീങ്ങി. അതിനൊരു വേഗം ഉണ്ടായിട്ടില്ല. ഈ 10 വർഷം എടുത്തിട്ടുള്ള വലിയ പദ്ധതി എന്ന രൂപത്തിലാണ് ലിൻഡോ അതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ ഇത്തരം ദുർബലമായൊരു പ്രദേശത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ മഴയും കാലാവസ്ഥാ വ്യതിയാനവും ഈ പറഞ്ഞ മണ്ണിടിച്ചിലുമൊക്കെ വലിയ പാഠങ്ങൾ നൽകിയ പ്രദേശത്ത് തന്നെ തുരങ്കപാത നിർമ്മിക്കുക എന്നുള്ളത് അത് ആത്മഹത്യാപരമെന്ന് പല പരിസ്ഥിതിവാദികളും പറയുന്നത്. പക്ഷേ അതിന് പരിഹാസപൂർവ്വം അതിനോട് പ്രതികരിക്കുന്നവരെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ സ്മൃതി ആദ്യമായിട്ട് വെള്ളരിമലയിൽ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു മൈനർ ലാൻഡ് സ്ലൈഡ് 1962 നമ്മുടെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും തേരോട്ടം തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്ലാന്റേഷൻ ഇതിലുള്ള 3 പാടിയിലുള്ള മുഴുവൻ തൊഴിലാളികളും മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടത് 1962. അപ്പോൾ അതൊന്ന്. 2, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രസക്തമായ പ്രശ്നങ്ങളുടെ ഒരു ഭാഗം മുൻ MLA ഇതിനെ സൂചിപ്പിച്ചു. ഇതിനെ അപേക്ഷിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള 17 ഹെക്ടറിൽ ഉള്ള മണ്ണ് സൂക്ഷിക്കാനും മണ്ണ് സംസ്കരിക്കാനുള്ള സ്ഥലത്തിന് ഇത് നമ്മൾ ഓപ്പറേഷൻ സക്സസ് പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറഞ്ഞ മാതിരിയാണ്. നിയമപരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ലാൻഡ് ഫങ്ഷണൽ അല്ല എന്നുള്ളതാണ്.
അതൊന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള തലനാരിഴകളിൽ എനിക്ക് താല്പര്യമില്ല. കാരണം അതല്ല പ്രശ്നമുള്ളത് വളരെ ലളിതമാണ്. ഈ DPRന്റെ ഭാഗമാണോ സോയിൽ നെയിലിംഗ്? ഇങ്ങനൊരു ഈ DPRന്റെ ഭാഗമായിട്ട് സോയിൽ നെയിലിംഗ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും വായിച്ചു നോക്കി എല്ലാവർക്കും അറിയാം. അപ്പോൾ ചുരുക്കത്തിലുണ്ടായിട്ടുള്ളത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വന്നതിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച തിടുക്കം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ സാധാരണയായിട്ട് നടപ്പിലാക്കുമ്പോൾ വളരെ പ്രമുഖമായ നമ്മുടെ ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള രാജേന്ദ്ര സാറൊക്കെ പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 1962 തൊട്ട് നമുക്ക് റെക്കോർഡഡ് ലാൻഡ് സ്ലൈഡ് ഇൻസിഡൻസ് ഉള്ള സ്ഥലത്ത് ചെയ്യുമ്പോൾ സാധാരണയായിട്ടൊരു 3 സീസണിലുള്ള ഒബ്സർവേഷൻസ് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു 3 വർഷത്തെ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇല്ലാതെ എടുക്കുന്ന ഏതൊരു പ്രോജക്റ്റ് തീരുമാനവും തീർച്ചയായിട്ടും തിടുക്കപ്പെട്ട തീരുമാനമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. രണ്ട്, ഈ പദ്ധതിയിൽ ഉള്ള പല പ്രശ്നങ്ങൾ അവിടെ മാറ്റിവെച്ചാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ദുരന്തം തീർച്ചയായിട്ടും അത് മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. കാരണം അത് മണ്ണ് കൂട്ടിയിട്ട മനുഷ്യനിർമ്മിതമല്ല. ഇതിൻ്റെ ഒരു ഡിസൈൻ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് സോയിൽ നെയിലിംഗ് ചെയ്തു എന്നുള്ളത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെ നമ്മൾ ഇത് പറയുമല്ലോ, സിനിമയ്ക്കൊക്കെ ആദ്യത്തെ ഷോട്ട് എടുക്കുക എന്ന് പറയുന്ന പോലുള്ളൊരു ഷോട്ടാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് വളരെ മുന്നേ ഉണ്ടായിട്ടുള്ള 2024 പ്രശ്നങ്ങളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെ ചെറിയൊരു മഴയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത്ര ചെറിയൊരു മഴ ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഇതിൽ തീർച്ചയായിട്ടും എനിക്ക് ശേഷം സജിൻ കുമാർ സാർ സംസാരിക്കുന്നുണ്ട്. ജിയോളജി അറിയുന്ന എല്ലാവരും പറയുന്നത് മണ്ണിനകത്തൂടെയുള്ള ഭൂഗർഭജലത്തിൻ്റെ പ്രവാഹങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിട്ട് മാത്രമേ നമുക്ക് അവിടെ മണ്ണ് കൂട്ടിയിടാവോ, ഇങ്ങനെ മണ്ണ് ഇളക്കിയെടുത്താൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ളത്, ബ്ലാസ്റ്റിംഗ് ടെക്നോളജി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്കുണ്ടായിരുന്നു അതിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ. എനിക്ക് തോന്നുന്നു 2500 കോടിക്ക് അടുത്ത് ചിലവ് വരുന്ന ഈ പദ്ധതി മിക്കവാറും 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരു 7000 കോടി രൂപയ്ക്ക് അടുത്ത് ചിലവ് വരുന്നൊരു വൻ ചിലവുള്ളൊരു പദ്ധതിയായിട്ട് മാറുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ ഈ മണ്ണ് കൂട്ടിയിടുന്നതിൻ്റെ പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ഈ വെള്ളം പൊട്ടിയൊലിച്ച് വരുന്നതിൻ്റെ വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ അത് സോയിൽ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ തള്ളിച്ചുണ്ടായിട്ടുള്ളത് താഴെയായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ ഇതിനകത്ത് കെട്ടിനിന്ന വെള്ളം അതിൻ്റെ ഒരു വീക്ക് സ്പോട്ട് കണ്ടെത്തി അതിലൂടെ പുറത്തോട്ട് ഗഷ് ഔട്ട് ചെയ്യാന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പോലെ വലിയ ശക്തിയിൽ പുറത്തോട്ട് ഒലിച്ചു വന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതും എനിക്ക് തോന്നുന്നു മഴയുടെ അളവ് വളരെ കുറവായതുകൊണ്ട് അതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ലാത്തത് കൊണ്ടും ഈ 2-3 ദിവസം പെയ്തിട്ടുള്ള ശരാശരി 100 മില്ലിമീറ്ററിൽ താഴെ മഴ പെയ്തിട്ടുള്ള മഴവെള്ളം ശേഖരിക്കപ്പെട്ടത് പുറത്തു വന്നതിൻ്റെ വലിയൊരു ആഘാതമാണ് നമ്മൾ ഈ കാണുന്ന ഏതാനും ജീവൻ നഷ്ടപ്പെടുകയും അവിടെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ ഇപ്പോഴെടുത്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്. ഒന്ന്, നമുക്ക് പോസ് ചെയ്ത് നമുക്ക് നോക്കാം, നമ്മൾ മണ്ണിടാൻ എടുത്തിരിക്കുന്ന സ്ഥലം മണ്ണിടാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ പുതിയ സ്ഥലം കണ്ടുപിടിക്കേണ്ടതാണോ, ഇതിൽ ഉണ്ടായിട്ടുള്ള എക്സ്കവേഷനിലും ബ്ലാസ്റ്റിലും എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, അത് ഭൗമശാസ്ത്ര വിദഗ്ധരുടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും പരിശോധിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. രണ്ടാമത്, മണ്ണിനടിയിലൂടെയുള്ള കാപ്പിലറി വാട്ടർ ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് എവിടെയാണ് തടയപ്പെട്ടിട്ടുള്ളത്, അത് എങ്ങനെയെങ്കിലും വഴിമാറിയിട്ടുണ്ടോ, അതുകൊണ്ട് ഒരു വെള്ളം ഗഷ് ഔട്ട് ചെയ്യുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ. ഇതിൽ പറയുന്ന ഒരു ന്യായം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം, ഈ പറഞ്ഞ മണ്ണ് കൂട്ടിയിട്ട ഭാഗത്ത് ഒരു പൊളിത്തീൻ ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചിട്ടുണ്ട് ആ മണ്ണിന്റെ ഭാഗം, അത് അനങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് കാരണമെന്ന് നേരത്തെ തെറ്റിദ്ധരിച്ചാണ്, അവിടേക്കൊന്നും വന്നിട്ടില്ല. ഈ തകർന്ന് വീണ് വന്ന ഭാഗം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ലാൻഡാണ്, ഫോറസ്റ്റ് ഭാഗത്തു നിന്നുള്ള മണ്ണാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധമില്ല, അതായത് ഈ പറഞ്ഞ പ്രവൃത്തിയുമായി, ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തിയുമായി ഇതിന് ബന്ധമില്ല, ഇതൊരു പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നൊരു ന്യായം അവിടെ ഉയരുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കുതിര വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടാനായിട്ട് കുതിരയുടെ 2 കണ്ണുകളും പാതി അടച്ചു കളയും, കാരണം അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ മുന്നോട്ട് ഓടണമെന്ന്. അതുമാതിരിയുള്ളൊരു കാര്യമല്ല വെള്ളം ഓടുന്നത്.
വെള്ളം ഫോറസ്റ്റ് ലാൻഡ് ആണെന്നോ പ്രൊജക്ട് ലാൻഡ് ആണോ എന്നില്ല. അവിടെ പ്രൊജക്ട് ലാൻഡിലല്ലല്ലോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുക. ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ടണലിൻ്റെ ആ ഒരു 2 ട്വിൻ ടണലിൻ്റെ 15, 30 അല്ലെങ്കിൽ ഒരു 60 മീറ്റർ ദൂരം അല്ലല്ലോ നമ്മൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്ന ആ റീജിയനാണ്. വെള്ളരിമല റീജിയൻ എന്ന് പറയുമ്പോൾ അതിൽ പലപ്പോഴും ഈ നമ്മുടെ തുറന്ന ഈ മണ്ണ് കൂട്ടി ചുമരിനോട് ചേർത്ത് നമ്മൾ കോൺക്രീറ്റ് സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുള്ള പ്രദേശത്തു നിന്നാണ് വെള്ളം പൊട്ടിയൊലിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലൂടെയാണ് ആദ്യം വെള്ളം പൊട്ടിയൊലിച്ച് വന്നിട്ടുള്ളത്. അത് പ്രോജക്റ്റ് കൊണ്ടല്ല, പ്രകൃതി ദുരന്തമാണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു 100-300 മില്ലിമീറ്റർ മഴ അവിടെ ഒന്ന് പെയ്യിപ്പിക്കണമായിരുന്നു. അത് പെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ റിസൾട്ടാണ് ഈ ദുരന്തമെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അത് മറ്റെന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ കുതിര മുന്നോട്ട് ഓടാനായിട്ട് കണ്ണ് പകുതി അടച്ചു വെക്കുന്ന ഏറ്റവും സൗകര്യമായിട്ട് മാത്രമേ അതിന് പറയാൻ പറ്റൂ. ശരി, ഡോക്ടർ സജിൻ കുമാർ, അങ്ങയുടെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു തുരങ്കപാത അത് പ്രായോഗികമായി എത്രത്തോളം ശരിയാണ്? ഇതിപ്പോൾ ചില വാദമായി പറയുന്നത് ഇപ്പോൾ മണ്ണ് എടുക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, ദുരന്തമുണ്ടായത്. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. പാറ തുറന്ന് തുടങ്ങിയിട്ടില്ല. പാറയിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് ഒരു തരത്തിലും ബാധിക്കാനിടയില്ല, അത്രത്തോളം അവിടെ സുരക്ഷിതമാണെന്ന് പറയുന്നു. അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? സ്മൃതി, സാധാരണഗതിയിൽ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് മല തുറന്ന് ഒരു സൈഡിൽ നിന്നും അപ്പുറത്ത് വരുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു ജിയോളജിക് ടെറൈനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഒരു എലിവേഷൻ ഡിഫറൻസ് ഏതാണ്ട് 500 മീറ്റർ എബോയാണ്. അതായത് വയനാടിന്റെ ഒരു കോഴിക്കോടിന്റെ സമതലത്തിൽ നിന്നും വയനാടിന്റെ ഒരു പ്ലേറ്റോ റീജിയനിലോട്ടാണ് ഇത് കയറി വരുന്നത്, 500 മീറ്റർ. അപ്പം രണ്ട് എൻഡും ഒരു കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് കാണിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഒരു പ്ലേറ്റോ റീജിയൻ എന്നാണ് പറയുന്നത്. പ്ലേറ്റോ റീജിയൻ എന്ന് വെച്ച് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തിലെ സമതലമായിട്ടുള്ള റീജിയനാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റോ പ്രദേശത്ത് ഇന്ന് പ്ലേറ്റോ ആയിരിക്കില്ല, ഒരു കാലത്ത് പ്ലേറ്റോ ആയിരുന്നത് കൊണ്ട് അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഊർന്നിറങ്ങി പാറ വെതറായി അതിന്റെ സോയിൽ തിക്നെസ് കൂടും. മറിച്ച് ആനക്കംപൊയിൽ കോഴിക്കോടിന്റെ സൈഡിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ സോയിൽ തിക്നെസ് കുറവാണ്, അവിടെ നല്ല രീതിയിൽ ടണലിംഗ് നടന്നു വരികയാണ്. പക്ഷേ ഇവിടെ സ്മൃതി പറഞ്ഞതുമാതിരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സോയിലിനെ എക്സ്കവേറ്റ് ചെയ്ത് ആ റോക്ക് എത്തുന്നത് വരെയുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ബട്ട് ദേ ഫെയിൽഡ് ടു അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനോ ഒരു ലാൻഡ് സ്ലൈഡിനെ പ്രിവെന്റ് ചെയ്യാനോ അവർക്ക് പറ്റിയില്ല. ഉദാഹരണം പറഞ്ഞുതരാം, അവിടെ പെയ്ത മഴ വലിയ തോത് മഴയാണ് കേട്ടോ. ഏതാണ്ട് 265 മില്ലിമീറ്റർ ഒരു ദിവസം കൊണ്ട്. അതായത് നമ്മുടെ ചൂരൽമലയിൽ പെയ്ത 2 ദിവസത്തെ പെയ്ത മഴയുടെ ഇവിടെയാണെങ്കിൽ അതിന്റെ പകുതി, ഒരു ദിവസത്തെ മഴ കൊണ്ട് ഒരു ദിവസം കൊണ്ട് 265 മില്ലിമീറ്റർ. സോ ഇറ്റ് ഈസ് ഹൈ എമൗണ്ട്. ഓക്കെ, അപ്പം മഴ കൂടുതലാണ്. അപ്പം ഇവിടത്തെ ഞാൻ ഇന്നലെ ആ സ്ഥലത്ത് സന്ദർശിച്ചു. ഞാൻ എടുത്ത ഫോട്ടോയും പണ്ട് പല ഫേസ്ബുക്ക് വഴിയുള്ള ഫോട്ടോയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി. ഈ പറഞ്ഞത് കണക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഫോറസ്റ്റിലാണ്. അപ്പം ഇതിനെ പറയേണ്ടത് ഒരു കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ലാൻഡ് സ്ലൈഡ് എന്നേ പറയാൻ പറ്റൂ. കാരണം ഇതൊരു മെയ് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂളായിട്ട് പറയും ഇത് ആന്ത്രോപോജനിക് ആണെന്ന്. പക്ഷെ ഇവിടെ മഴ പെയ്തു, ദാറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിന. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ സംഭവിച്ചു. പ്ലസ് ഈ ചെയ്തിരിക്കുന്ന അവർ മിറ്റിഗേഷൻ ചെയ്തിരിക്കുന്നതിന്റെ, അതായത് സോയിൽ നെയിലിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടത് ഷോർട്ട് ക്രീറ്റ് ആണ്. ഇന്നത്തെ ഫോട്ടോയ്ക്ക് ഷോർട്ട് ക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരങ്കി കണക്കെന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഇത് വന്നിട്ട് മെഷീൻ വന്നിട്ട് കോൺക്രീറ്റിനെ സ്പ്രേ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ഷോർട്ട് ക്രീറ്റ്. അതിന് പ്രത്യേകിച്ച് ബലമൊന്നുമില്ല, അതിനൊരു ഫൗണ്ടേഷൻ ഇല്ല. അത് മണ്ണിൽ ഇങ്ങനെ വെറുതെ അടിച്ചു വെക്കുന്ന, അതൊരു ഭംഗിക്ക് കാണാൻ കൊള്ളാം. പക്ഷേ ദാറ്റ് വിൽ നെവർ സ്റ്റെബിലൈസ് ഒരു സ്ലോപ്പിന്. ഇനി പറയാം, ഈ ഷോർട്ട് ക്രീറ്റ് ചെയ്തതിന്റെ മേളിലെ ഭാഗത്ത് ഫോറസ്റ്റ് ലാൻഡിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ മേളത്തെ ഭാഗം വെറും ബാരൻ റോക്കാണ്, അതായത് മണ്ണൊന്നും ഇല്ലാത്ത വെറും തരിശായിട്ടുള്ള പാറയുള്ള ഇടമാണ്. അപ്പം ഈ പാറയുള്ള ഇടത്ത് വെള്ളം പെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നില്ല, റാദർ അത് ഒലിച്ച് താഴെ ഈ ഉത്ഭവസ്ഥാനത്തുള്ള മണ്ണിലോട്ട് ഒരുമിച്ച് വന്ന് കൂടുകയാണ്. അപ്പം ദ പോർ വാട്ടർ പ്രഷർ ഇൻക്രീസ്ഡ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ, ഇവിടെ ഇങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാതെ താഴത്തെ സോയിലിനെ കട്ട് ചെയ്തതിന് പുറമെ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു മിറ്റിഗേഷൻ മെഷർ വെച്ചില്ല. പിന്നെ മണ്ണ് ഇല്ല എന്നുള്ള വാദം എത്രത്തോളം ശരി എന്നുള്ളത് അറിയില്ല.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ കോൺക്രീറ്റ് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരുന്നു ഈ ഷോർട്ട്ക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം മണ്ണും ഈ കോൺക്രീറ്റും മാത്രമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വന്നിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒഴുകി വരില്ല. ബിക്കോസ് ആ കോൺക്രീറ്റ് ഒരു ഗ്രാവലി രൂപത്തിലാണ്, അതിനൊരു ഫ്ലോ ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാകില്ല. അത് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, വെള്ളത്തിന്റെ കൂടെ ചെളിയൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ അത് ഒഴുകി പോകാൻ ചാൻസ് കൂടുതലാണ്. കുറച്ച് ഗ്രാവലൊക്കെ മിക്സ് ചെയ്താൽ അത് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒഴുകി, നമ്മൾ ആ ഫൂട്ടേജ് ഒക്കെ കാണാൻ നേരത്തെ അറിയാം, ഭയങ്കര സ്പീഡിൽ ഒഴുകി വരികയാണ്, വെള്ളം ഒഴുകി വരുന്ന സ്പീഡിൽ വരികയാണ്. ദാറ്റ് മീൻസ് ഒരു 100% സാച്ചുറേഷൻ സംഭവിച്ചിരിക്കുകയാണ് സോയിലിന്. സോ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് വേറെ, അത് അൺഅഫക്റ്റഡ് ആണ് എന്നുള്ളത് വേറെ. പക്ഷെ ഇവിടെ മണ്ണുണ്ടായിരുന്നു എന്നുള്ളതിൽ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം ഇത് ഇത്രയും ഒരു റിയോളജി, ആ സോയിലിന്റെ റിയോളജിയുടെ എല്ലാ പ്രോപ്പർട്ടിയും കാണിച്ച് ഒഴുകി വരേണ്ട ടെൻഡൻസി. അപ്പം ഒരു പ്രിമാ ഫേസിയെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനായിട്ട് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ബോത്ത് എ നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് പ്രോസസ്. ബട്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു അവിടെ താഴെ മണ്ണില്ലായിരുന്നുവെങ്കിൽ. അല്ലെങ്കിൽ ഇതിനെ ഈ വെള്ളം ഊർന്നിറങ്ങുന്നതിന്റെ ഒരു പോർ വാട്ടർ പ്രഷർ മെഷർ ചെയ്യേണ്ട ഒരു പീസോമീറ്റർ കണക്കുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു അവിടെ വാട്ടറിന്റെ പ്രഷർ കൂടുകയാണ്, അതുകൊണ്ട് ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്ക് അനുമാനിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഈ പാറ സേഫ് ആണോ ടണലിംഗ് എന്നുള്ളത് ഏതാണ്ട് 250 കോടി വർഷത്തിൽ മേൽ പഴക്കമുള്ള പാറകളാണ് ഇവിടെ വയനാടും അല്ല കേരളത്തിലുടനീളം കാണുന്നത്. അതിൽ ടണൽ ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, വി ആർ ഓൺ സേഫ്. അതുകൊണ്ട് ഈ പാറയെക്കുറിച്ചുള്ള യാതൊരു സംശയമോ ഒന്നും വേണ്ട. നല്ല മോസ്റ്റ് മോഡേൺ ടെക്നിക്കൽ ടണൽ ബോറിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ടണൽ ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ശരി, ഞാൻ തിരിച്ച് ഷംഷാദിലേക്കാണ്. നോക്കൂ, ഈ കള്ളാടിയിൽ തുരങ്കത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് വെട്ടുമ്പോൾ 21 ഡിഗ്രി ചെരിവിൽ തട്ടുകൾ നിർമ്മിക്കണമെന്ന കൃത്യമായ നിർദ്ദേശമുണ്ടായത്. ഇപ്പോൾ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ലിൻഡോ പറഞ്ഞത്. 21 ഡിഗ്രി ചെരിവിൽ തട്ടുകൾ നിർമ്മിക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ നിർമ്മിച്ചത് എങ്ങനെയാണ്? 60 ഡിഗ്രിയിലും അതിലും കൂടുതൽ ചെരിവിലാണ്. അപ്പോൾ അപകടത്തിന് ഇതുകൂടി ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇത് ആര് നിരീക്ഷിക്കുമെന്നുള്ള വിഷയമുണ്ടല്ലോ. PWD നൽകിയ മുന്നറിയിപ്പുകൾ, അവിടെ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജിയോളജി സർവേയുടെ റിപ്പോർട്ടുണ്ട്, 14 ദിവസം മുൻപ് നൽകിയ മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും അനുസരിക്കാതെ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും ചിലർക്ക് ആ ഉത്തരവാദിത്തമുണ്ടല്ലോ. ആർക്കാണ് ആത്യന്തികമായി ഇതിന് ഉത്തരവാദിത്തം വരുന്നത്? ഈ നിർമ്മാണത്തിൽ പാകപ്പിഴ ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ ലിൻഡോ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ചൂരൽമല ദുരന്തത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവിടെ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ശ്രീ ലിൻഡോ ജോസഫിനോട് വളരെ വ്യക്തമായി ചോദിക്കുന്നത്, ആ ചോദ്യം ചൂരൽമല ദുരന്തത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ കള്ളാടിയിലെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം 2 ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത്തരം ചില കാര്യങ്ങൾ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നത് കൊണ്ട് ഒരു സ്ഥലത്തും വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നില്ല, നമുക്ക് നോക്കാമെന്നാണ്. ഇനി നിങ്ങൾ ചൂരൽമല ദുരന്തത്തിന് ശേഷം കള്ളാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഠന റിപ്പോർട്ട് എവിടെ? അത് ഏതെങ്കിലും പബ്ലിക് ഡോക്യുമെൻ്റ് ആണോ? അത് എവിടെ നിന്ന് ഞങ്ങൾക്കത് അവൈലബിൾ ആകും? കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 800 മീറ്റർ അപ്പുറത്ത് നടന്ന ദുരന്തം ഈ തുരങ്കപാതയുടെ പദ്ധതിയെ പ്രതികൂലമായോ അനുകൂലമായോ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു അക്കാദമിക് പർപ്പസിന് എനിക്ക് ആ ഡോക്യുമെൻ്റ് ഒന്ന് തരാൻ ലിൻഡോ ജോസഫിന് കഴിയില്ല. കാരണം ഒരു പഠനവും നിങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ അദ്ദേഹം തന്നെ സമർത്ഥിച്ചു സ്ഥലം ഏറ്റെടുത്തു എന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു 8 ഏക്കർ ഭൂമി ഉണ്ട് എന്നും 3 ഏക്കർ ഭൂമി ഉണ്ട് എന്നും ഈ കമ്പനി അവകാശപ്പെടുന്നു. അല്ല, ഞാൻ പറയട്ടെ, ലിൻഡോ അതിനുശേഷം മറുപടി പറഞ്ഞു. കാരണം ലിൻഡോ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞു. എനിക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല. ഞാൻ രാത്രി അദ്ദേഹത്തിന് പഴയ പത്രസമ്മേളനം എടുത്തു നോക്കിയപ്പോൾ എനിക്കതിൽ ക്ലാരിറ്റി കിട്ടി. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഞാനത് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അന്ന്. ഇനി ഈ സ്ഥലം ഏറ്റെടുത്തു എന്ന് ലിൻഡോ തന്നെ പറയുകയുണ്ടായി. ഫോറസ്റ്റ് ഭൂമിയിൽ മരം മുറിച്ചിട്ട് മണ്ണിടാൻ പറ്റുന്ന സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? നടക്കാത്ത കാര്യമാണ്. ഇനി ഈ സ്ഥലം ഏറ്റെടുത്തത് നിങ്ങളുടെ സർക്കാർ ഇരുന്ന കാലത്താണല്ലോ. അപ്പോൾ അന്ന് അവിടെ മണ്ണിടാൻ പറ്റിയില്ല. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. അന്ന് ഈ സർക്കാർ എന്താ ചെയ്തത്? ഈ സർക്കാർ അതിന് പകരം ഭൂമി കണ്ടെത്താൻ നടത്തിയിരുന്നോ? അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ ആ ഭൂമി കണ്ടെത്തി പാറയും മണ്ണും സംസ്കരിക്കാനുള്ള ഭൂമി കണ്ടെത്തിയിട്ട് മതി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ മാസം 25 ജൂൺ 25-ാം തീയതി ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് 7 ദിവസം മുമ്പാണ് ഇന്നത്തെ സർക്കാരിൻ്റെ മുമ്പിൽ ഈ കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് മണ്ണും പാറയും കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ഭൂമിയില്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ ഭൂമിയില്ല എന്ന് കമ്പനി 7 ദിവസം മുമ്പല്ലേ പറയുന്നത്? അതിന് മുമ്പ് ലിൻഡോയ്ക്കും അറിയാം,
കഴിഞ്ഞ സർക്കാരിനും അറിയാം, അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും അറിയാലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. ഇനി സോയിൽ നെയിലിംഗ്, ശ്രീ ജയകുമാർ സാർ പറയുന്നുണ്ട്, ഈ പദ്ധതിയിൽ എവിടെയാണ് ലിൻഡോ സോയിൽ നെയിലിംഗ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വയനാടിലെ അറിയുന്ന ഒരാളും സോയിൽ നെയിലിംഗ് പറയില്ല. റോക്ക് നെയിലിംഗ് ആണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഒരു 50% വാദത്തിന് അംഗീകരിക്കാം. സോയിൽ നെയിലിംഗ് വയനാടിൻ്റെ മണ്ണിന് പറ്റുന്നതാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വയനാട്ടിൽ ആദ്യമായിട്ടാണ് സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. അതോ അവിടെ ഉള്ള മണ്ണിൻ്റെ പുറത്താണ് ചെയ്തത്, അല്ലാതെ കട്ട് ചെയ്ത ഉറപ്പുള്ള മണ്ണിൻ്റെ പുറത്തുമല്ല. അപ്പോൾ അത് ആരുടെ കാലത്താണ് ലിൻഡോ ചെയ്തത്? ഈ ജൂൺ മാസത്തിൽ ഈ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടാണോ സോയിൽ നെയിലിംഗ് അവിടെ ചെയ്തത്? അല്ല, നിങ്ങളുടെ കാലത്താണ്. അന്ന് അതിന് തടയണ്ടേ? ഇനി എംപവേർഡ് കമ്മിറ്റി സന്ദർശനം നടത്തിയ ഒരു വിഷ്വലൊക്കെ ഫോട്ടോ ലിൻഡോ കാണിക്കുകയുണ്ടായി. ഞാൻ ഈ വയനാട്ടിൽ എംപവേർഡ് കമ്മിറ്റിയിൽപ്പെട്ട ശ്രീ നന്ദകുമാർ എന്ന് പറയുന്ന ആളെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ. കാരണം 6 മാസം കൂടുമ്പോൾ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ലിൻഡോ അവസാനം പറഞ്ഞത് ഡിസംബറിൽ അവർ പരിശോധിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നത്തെ പരിശോധന നടക്കേണ്ടത് എപ്പോഴാണ് ലിൻഡോ? 6-ാം മാസം ജൂണിലാണ്. ആ പരിശോധന നടത്തിയിട്ടുണ്ടോ അവർ? ആ കമ്മിറ്റി എന്തായാലും പിരിച്ചു വിട്ടിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു CPM ദേശീയ സെക്രട്ടറി ശ്രീ MA ബേബിയുടെ ബ്രദറോ മറ്റോ ആണ് തോന്നുന്നു കോഴിക്കോട് ഈ കമ്മിറ്റിയിലെ ഒരു അംഗമെന്ന്. അത് തെറ്റാണെങ്കിൽ ലിൻഡോയ്ക്ക് തിരുത്താം. വയനാട്ടിലെ ഈ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ അദ്ദേഹത്തെ നമ്പറൊക്കെ കളക്ട് ചെയ്യാൻ കുറേ ശ്രമിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഒരുപാട് ആളുകളോട് സംസാരിച്ചു. ലിൻഡോയ്ക്ക് ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയിട്ട് അദ്ദേഹം നടത്തിയ 2 പരിശോധനാ റിപ്പോർട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ജൂൺ മാസത്തിൽ എന്തേ അദ്ദേഹം പരിശോധനയ്ക്ക് പോയില്ലേ എന്നും കൂടി നമുക്ക് അറിയണ്ടേ. അപ്പം ഈ രീതിയിൽ ഇത് തിടുക്കമുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ തിടുക്കം എല്ലാവർക്കും അറിയാം. പിന്നെ ലിൻഡോ പറഞ്ഞു 2025 ഉദ്ഘാടനം നടന്നത്. തെറ്റല്ലേ ലിൻഡോ? 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവംബർ മാസത്തിൽ ഒരേ സമയത്ത് മേപ്പാടിയിലും തിരുവമ്പാടിയിലും ഉദ്ഘാടനം നടന്നല്ലോ. അത് മറന്നുപോയതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അത് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അതിനുശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. പിന്നെ വില്ലേജ് ഓഫീസർ മണ്ണ് കൊണ്ടുപോകാൻ റോയൽറ്റിയുടെ ഭാഗമായിക്കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകി. ആ സ്റ്റോപ്പ് മെമ്മോ നിങ്ങൾ പിൻവലിച്ചില്ലേ? അല്ലെങ്കിൽ പിൻവലിച്ചോ? എന്താണ് അന്ന് ചെയ്തത്? മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ റോയൽറ്റിയുടെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ഏറ്റെടുത്ത ഭൂമിയിൽ മണ്ണിടാൻ പറ്റില്ല എന്ന് ലിൻഡോ തന്നെ പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഞാനും പറഞ്ഞത്, ഇതുവരെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട്. കാരണം വയനാട്ടിൽ ഓരോ മലകൾ, ഇപ്പോൾ വെള്ളരിമലയാവട്ടെ, ചെമ്പ്രയാവട്ടെ, സുഗന്ധഗിരി ആവട്ടെ, അമ്പുകുത്തി ആവട്ടെ, അവിടെ നമുക്ക് താങ്ങാൻ കഴിയുന്ന മഴയുടെ ഒരു അളവുണ്ട്. ആ അളവിന് ശേഷം സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പെയ്യുന്ന അതിതീവ്ര മഴയാണ് പിന്നീട് വലിയ ഉരുൾപൊട്ടലിലേക്ക് നയിക്കുക. 2500 മില്ലിമീറ്ററെങ്കിലും മഴയെ ഉൾക്കൊള്ളാനുള്ളൊരു കപ്പാസിറ്റി വെള്ളരിമല ബെൽറ്റിനുണ്ട്. അതിന് മുകളിലേക്ക് പോയാൽ അവിടെ നമുക്ക് അപകടം സംഭവിക്കും. ഇവിടെ 225 മില്ലിമീറ്റർ മഴ പെയ്തു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങൾ കുറവാണ്. അപ്പം മഴ മാത്രമല്ലായിരുന്നു ഇതിൻ്റെ കാരണം. ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ആ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അതിൽ കുഴപ്പമുണ്ടായി. ഇനി ഇതിന് പരിശോധിക്കേണ്ട ആളുകൾ, ഈ കൊങ്കൺ റെയിൽവേക്ക് ഒരു കത്തുണ്ടല്ലോ. ശ്രുതി നേരത്തെ പറഞ്ഞു. ഞാൻ ശ്രുതിക്ക് വാട്സപ്പിൽ ഒരു കാര്യം അയച്ചിട്ടുണ്ട്. ലിൻഡോ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഏത് കമ്മിറ്റിയുടെ DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ലാൻഡ് സൈഡ് ഏരിയ കൂടെയാണ് തുരങ്കപാത പോകുന്നത് എന്നുള്ള മാപ്പ് ഞാൻ ശ്രുതിക്ക് അയച്ചിട്ടുണ്ട്. ഈ മാപ്പ് KSTMAയുടെ കയ്യിലുണ്ട്. ഇതെന്താണ് നിങ്ങൾ അന്ന് പരിസ്ഥിതി അനുമതി കൊടുക്കുമ്പോൾ പരിഗണിക്കാതിരുന്നത് എന്ന് ലിൻഡോ ഒന്ന് പറയുമോ? ശരി. അദ്ദേഹം പറഞ്ഞത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ അംഗം അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളാണ് EMCയിൽ അംഗം. അദ്ദേഹം എന്തുകൊണ്ട് ആ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും. ഇത് അതിനുശേഷമാണ്, നിങ്ങൾ ഈ പറഞ്ഞ പരാമർശത്തിന് ശേഷമാണ് സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസ് ഉണ്ടാവുന്നത്. DDMAയിൽ അങ്ങനെ ഒരു അംഗമില്ല. ലിൻഡോയ്ക്ക് അത് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റാണ്. അല്ല, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. DDMA ജില്ലാ കളക്ടർ, വൈസ് ചെയർമാൻ, സോയിലിന്റെ ഓഫീസർ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, EMCയിൽ അംഗമാണെന്നാ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് EMCയിൽ അംഗമാണെന്നാ പറഞ്ഞത്. DDMAയുടെ അംഗം, അതായത് കേൾക്കൂ ശ്രീ, ഞാൻ പറയുന്നത് കേൾക്കൂ, ശ്രീ പറയുന്ന കേൾക്കൂ. ശരി, ഞാനത് പറയുന്നത് കേൾക്കൂ, നിങ്ങളത് പറയുന്നത് കേൾക്കൂ. ശ്രീ അരുൺ പീറ്റർ, ഹസാഡ് അനലിസ്റ്റ്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി EMCയിൽ അംഗമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനുശേഷം ഇവരുടെ മോണിറ്ററിംഗ് യോഗം മറ്റു കാര്യങ്ങളൊക്കെ ചേരേണ്ടതുണ്ടല്ലോ. നിങ്ങളൊരു നന്ദകുമാറിന്റെ കാര്യം ചോദിച്ചു. നന്ദകുമാർ അതിൻ്റെ അകത്ത് ഒരംഗം മാത്രമാണ്. ബാക്കി 4 പേരും കൂടെ അടങ്ങുന്നതാണ് EMC കമ്മിറ്റി.
EMC കമ്മിറ്റി 2025 ഡിസംബർ മാസത്തിൽ യോഗം ചേർന്നതിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. 2026 ജൂൺ മാസത്തിൽ അടുത്ത റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. അതിൽ ഈ പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ DDMA സംബന്ധിച്ച് പറഞ്ഞത്, DDMA നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം ലഭ്യമായത്. അതിനുശേഷമാണ് 2026 സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവും ഈ പറഞ്ഞ DDMAയുടെ പരാമർശവും എല്ലാം നിങ്ങൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയില്ലേ? പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടല്ലേ ഈ അംഗീകാരം നൽകിയത്? സംസാരിച്ച ഘട്ടത്തിൽ തെറ്റ് പറഞ്ഞു പോവരുത്. പറയൂ നിങ്ങൾ പറയൂ. എന്താണ് പരിഗണിക്കണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചത്. DDMAയുടെയും KSDMAയുടെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കണ്ട എന്നാണ് തീരുമാനമെടുത്തത്. അതാണ് സ്മൃതി നേരത്തെ പറഞ്ഞത്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ഈ പറയുന്ന EIE പരിസ്ഥിതി ആഘാത ലഘൂകരണ പദ്ധതി റിപ്പോർട്ട് EMP എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിനു പുറത്തൊരു തീരുമാനമെടുക്കാനോ അനുമതി നൽകാനോ ജില്ലാ സംസ്ഥാന അതോറിറ്റികൾക്ക് നിയമപരമായി ഒരു അധികാരവുമില്ല. ഈ അപേക്ഷ സ്വീകരിക്കാൻ പോലും പാടില്ലായിരുന്നു എന്നാണ് ഈ മിനിറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ജില്ലാ കളക്ടർക്കടക്കം ഒരു അധികാരവും ഇല്ല എന്ന് പറയുകയാണ് മിനിറ്റ്സ്. ഇനി പറഞ്ഞോളൂ. അത് എൻവയോൺമെന്റൽ ക്ലിയറൻസിന്റെയും അതായത് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസും സെൻട്രൽ എൻവയോൺമെന്റൽ ക്ലിയറൻസും നൽകുന്നതിന് സ്റ്റേറ്റിലും സെൻട്രലിലുമുള്ള ഇത്തരം ധാരാളം ഇതുകൊണ്ട് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ധാരാളം വകുപ്പുകളുണ്ട്. ഇത്തരം വകുപ്പുകളുടെ എല്ലാം ക്രോഡീകരിച്ച അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം നൽകുന്നത്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നത് സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ക്ലിയറൻസ് കിട്ടുന്നത് ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടട്ടെ. അതിൻ്റെ അകത്ത് ആർക്കാണ് ആക്ഷേപം അങ്ങനെ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർ പരിശോധനയിൽ ആ കാര്യങ്ങൾ വരട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം എല്ലാ അതോറിറ്റികളുടെയും പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റിന്റെ ക്ലിയറൻസും സ്റ്റേറ്റ് നൽകുന്ന ക്ലിയറൻസ് പരിശോധിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസും നൽകുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സ്റ്റേറ്റ് നൽകിയ ക്ലിയറൻസും നേരത്തെ പറഞ്ഞല്ലോ 3 വർഷത്തെ SIA സ്റ്റഡി നടത്തണം എന്നുള്ളൊരു പരാമർശം ഉണ്ടായല്ലോ. ഈ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും നൽകിയ ക്ലിയറൻസിന്റെ പുറത്താണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും വയനാട്ടിൽ നിന്നുള്ള ഒരു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി പോയി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അന്ന് അത് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസിനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പോൾ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകളും കോടതിയിൽ നൽകിയിരുന്നില്ലേ ലിൻഡോ? തുടർ പഠനങ്ങൾ സംബന്ധിച്ച ഒരു ഉറപ്പും കോടതിയിൽ നൽകിയിരുന്നില്ലേ? ആ ഉറപ്പുകൾ അത് കോടതി നിങ്ങൾ പറയുന്നത് കേൾക്കൂ, പൂർണ്ണമായിട്ടും പറയുന്നത് കേൾക്കൂ. ആ ഉറപ്പുകളല്ലേ 60 കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞത്. ആ 60 കണ്ടീഷൻസ് പാലിക്കാൻ കമ്പനി, കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ, PWD, സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. പരിശോധിക്കാം എന്ന് പറയുന്നത് നമ്മളിവിടെ ദുരന്തത്തിന് ശേഷമുള്ള ചർച്ചയാണ് ലിൻഡോ. ഇവിടെ പരിശോധിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നടപടി സ്വീകരിക്കണം. അങ്ങനെ പാലിക്കപ്പെടാത്ത കാര്യം ഏതാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഒന്നെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കും, പറയുന്നത് കേൾക്കൂ. ശരി, നിങ്ങൾ സോയിൽ നെയിലിംഗിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചില്ലേ? സോയിൽ നെയിലിംഗ് ഇത് EPC മോഡലുള്ള ഒരു കോൺട്രാക്ട് ആണ്. EPC മോഡ് അതിൻ്റെ അകത്ത് DPR സോയിൽ നെയിലിംഗ് വരുമോ? DPR സോയിൽ നെയിലിംഗ് വരുമോ? നിങ്ങളുടെ വസ്തുതാവിരുദ്ധമായ കാര്യമല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തം ഇല്ലേ? അതിനല്ലേ അന്വേഷണം. അതിനാണ് അന്വേഷണം നടത്തുന്നത്. അതെ, എല്ലാം കഴിഞ്ഞ ശേഷം പരിശോധിക്കാമെന്ന് പറയുന്നതും ഇത് അതത് കാലങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം നടക്കുന്ന ഒരു നമ്മൾ നടത്തേണ്ട മുൻകരുതൽ എത്രത്തോളം പരിശോധിക്കേണ്ടത്. അല്ല സ്മൃതി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ആ ദാരുണമായ സംഭവത്തെ തള്ളിക്കളയുന്ന രൂപത്തിലേക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിവെക്കരുത്. ആ ദാരുണമായ സംഭവത്തെ അപലപിക്കുന്ന ആളുകളാണ്. വീഴ്ച സംഭവിക്കുന്നത് പരിശോധിക്കുകയാണ് വേണ്ടത്. ലിൻഡോ നോക്കൂ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻ അല്ല.
വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ ഇതിനൊക്കെ അനുകൂലമാണെന്നുള്ള ചിന്തയിലുണ്ടാവുക. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നമ്മളോട് കാണിക്കേണ്ട ഒരു മാന്യത സ്മൃതി നിങ്ങൾ കാണിക്കണം. എന്താ ലിൻഡോ ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നിങ്ങൾ കയറിയിട്ട് എന്താണ് ദാരുണമായ സംഭവത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് അവസരം തരണം. അതിനിടയിൽ കയറി ദാരുണമായ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ദാരുണമായ സംഭവത്തെ വീഴ്ച സംഭവിച്ചത് അന്വേഷിക്കണമെന്ന് പറയുന്ന ആളെ ഞാൻ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് വീഴ്ച സംഭവിച്ച അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ലിൻഡോ പറയുന്ന വാദത്തിൽ ഇതിലൂടെ കമ്മിറ്റികളുടെ കാര്യങ്ങൾ, കമ്മിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ, ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രതിനിധികളുള്ള കാര്യങ്ങൾ, നടത്തിയ സന്ദർശനത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ അക്കമിട്ട് പറയുന്നു. ഇതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും ഇവിടെ സംഭവിച്ച വീഴ്ചയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ വീഴ്ചകളാണ് ഇന്നത്തെ പത്രങ്ങൾ മുഴുവൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്ന ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അവഗണിച്ച കാര്യം കൂടിയാണ് ഈ ഞങ്ങൾ നിങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ലിൻഡോ. ലിൻഡോ ഇതിനകത്ത് മുഴുവൻ തലയിലേക്ക് എടുത്തിരുന്നത്. ലിൻഡോ ഞാൻ പറഞ്ഞോ ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഈ പറയുന്ന 14 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ട് പോലും ഈ നിർമ്മാണം നടത്തുന്നവർ പരിശോധിച്ചിട്ടില്ല, അതിന്മേൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അവിടെ മണ്ണെടുത്തതിൽ അടക്കമുള്ള പിഴവുകൾ നമ്മൾ കാണുകയാണല്ലോ. അങ്ങേക്ക് പറയുന്ന പിഴവുകളാണ്. അത് ഇനി തിരുത്തുമെന്ന് പറയുന്നതിൽ എന്താണ് ഇനി കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി തിരുത്തിയിട്ട് എന്താണ് കാര്യം? നടക്കാനുള്ള നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇരിക്കാം. വളരെ നന്ദി ഡോക്ടർ സജിൻ കുമാർ, ശ്രീ സി ജയകുമാർ, ലിൻഡോ ജോസഫ്, ഷംസാദ് മരക്കാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.